മനസ്സിനും ശരീരത്തിനും നേരിട്ട് ബന്ധമില്ല, അത് പ്രാണനിലൂടെയുള്ള ഒരു ബന്ധമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പ്രാണൻ വിട്ടുപോയാൽ ആ പ്രാണൻ ഒരിക്കലും നാശമില്ല. കാരണം എനർജി കാൺ ബി ഡിസ്ട്രോയിഡ്. ഇനി ആ പ്രാണനിലുള്ള മനസ്സിനും നാശമില്ല. കാരണം അതും എനർജിയാണ്, സൂക്ഷ്മ ഊർജ്ജമാണ്. അതിനെ കണ്ണുകൊണ്ട് ഇതുവരെ മനസ്സിനെ കാണാൻ ഒരു സ്കാനിങ് സിസ്റ്റത്തിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനും നാശമില്ല. നാശമില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. അത് നാശമില്ല എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട, വ്യക്തമായി തൻ്റെ ഉള്ളിൽ ഉറച്ച, ബോധ്യപ്പെട്ട, കൺവിൻസ്ഡായ ആളുകളെയാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അനുശോചന്തി, അവരൊരിക്കലും ദുഃഖിക്കുന്നില്ല. പോയവരെക്കുറിച്ചും, അതായത് പ്രാണൻ മനസ്സിനെ ശരീരത്തും വേർപ്പെടുത്തി പോയവരെക്കുറിച്ചും ഇനി അങ്ങനെ പോവാനിരിക്കുന്നവരെക്കുറിച്ചൊന്നും പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ ആരാ പണ്ഡിതന്മാരെന്ന്? ഈ പാണ്ഡിത്യം നമുക്ക് വേണം. കാരണം നമ്മുടെ ജീവിതത്തിലും ഒരിക്കലും തളരാതിരിക്കണമെങ്കിൽ നമുക്കും ബോധമനസ്സിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായ അറിവുണ്ടാവണം. എന്നിട്ട് ഇനി നമ്മൾ ആദ്യത്തെ ആ ഒരു ഭാഗം നോക്കാം. ആ ശ്ലോകത്തിലെ അശോച്യാനന്യശോചസ്തം പ്രജ്ഞാവാദം ച ഭാഷസേ. അർജുന, അശോച്യാൻ, ശോചിക്കേണ്ടതില്ലാത്തവരെക്കുറിച്ച്, ദുഃഖിക്കേണ്ടവരില്ലാത്തവരെക്കുറിച്ച്. ആരെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ടതില്ലാത്തത്, ഇവിടെ ഒന്നിനെക്കുറിച്ചും ദുഃഖിക്കേണ്ട. കാരണം ഒന്നിനും ഡിസ്ട്രക്ഷൻ ഇല്ല, ആർക്കും ഡിസ്ട്രക്ഷൻ ഇല്ല. ശരീരം മാത്രമാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നത്. നമ്മൾ ശരീരമല്ല, നമുക്ക് ശരീരമായിട്ട് ബന്ധമില്ലല്ലോ. നമുക്ക് ബന്ധമുള്ളത് പ്രാണനുമായി. നമ്മളെന്ന് പറഞ്ഞാൽ ബോധമനസ്സ്. ആ ബോധമനസ്സിന് ബന്ധമുള്ളത് പ്രാണനുമായിട്ടാണ്. പ്രാണനാണ് ശരീരത്തോട് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ശരീരമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം പ്രാണൻ ചലിക്കുന്ന നെർവസ് സിസ്റ്റം കേടുവരുത്തിയാൽ പിന്നെ ഈ ശരീരം വെറും ജഡമാണ്, നമുക്ക് ഒരു ഉപയോഗമില്ല. കാല് മുറിച്ച് കളഞ്ഞവർക്കൊരു നമ്മൾ കൃത്രിമമായ കാല് വെക്കുമ്പോൾ ആ കാലുമായിട്ട് അവർക്ക് എന്ത് ബന്ധമുണ്ട്? അതെപ്പോൾ വേണമെങ്കിൽ ഊരിയിടാം, അവർക്കൊരു ബന്ധവുമില്ല. എന്നതുപോലെ ഈ ശരീരവുമായി നമ്മളെ കണക്ട് ചെയ്യുന്ന പ്രാണനാണ്, അല്ലാതെ ശരീരവുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധമില്ല. അപ്പം അതുകൊണ്ട് അശോച്യൻ, ദുഃഖിക്കേണ്ടതില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നവൻ അവൻ പ്രജ്ഞാവാദാംശ, എന്നിട്ട് പണ്ഡിതനെ പോലെ നീ സംസാരിക്കുന്നു. പ്രജ്ഞാവാദാംശ ഭാഷത്തെ, പ്രജ്ഞയുള്ളവനെ പോലെ നീ സംസാരിക്കുന്നു. അതായത് ഒരു ഭാഗത്ത് അർജുനൻ, കൃഷ്ണൻ കളിയാക്കി എന്താന്ന് വെച്ചാൽ, ഈ മഹാന്മാരെ കുറിച്ചൊക്കെ അർജുനൻ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു. കുലധർമ്മ സനാതനാണ്, വലിയ ധർമ്മബോധമൊക്കെ പറഞ്ഞു. അങ്ങനെ ധർമ്മബോധം പറഞ്ഞ അർജുനന് ധർമ്മത്തിന്റെ ABCD അറിയില്ല എന്നുള്ള കാര്യം അർജുനൻ തന്നെ തെളിയിച്ചു. കാരണം ധർമ്മം അറിയുന്നവൻ ഒരിക്കലും ദുഃഖിക്കില്ല. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ നിലനിർത്തുന്നത് ബോധമനസ്സാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.